ശ്രീ സി ആർ രാധാകൃഷ്ണൻ, നോക്കൂ, ഒരുപക്ഷെ ഈ ശബരിമലയുടെ ചരിത്രത്തിലൊക്കെ ആദ്യമായിട്ടായിരിക്കാം ഒരു സീസണിൽ ആ സീസൺ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത സീസണിലേക്കുള്ള നെയ്യ് ഇങ്ങനെ ബൾക്കായി വാങ്ങിക്കൂട്ടുന്നത്. അതിൻ്റെ ആവശ്യമുണ്ടോ യഥാർത്ഥത്തിൽ ശബരിമലയിൽ? ശബരിമല ക്ഷേത്രം മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ മൗലികമായ വ്യത്യാസമുള്ളൊരു ക്ഷേത്രമാണ്. ആദ്യകാലം മുതൽ, അതിൻ്റെ പ്രാരംഭകാലം മുതൽ അയ്യപ്പന് നെയ്യഭിഷേകപ്രിയനാണെന്നാണ് സങ്കല്പവും അതിൻ്റെ പ്രചാരണവും. അതുകൊണ്ട് തന്നെ ശബരിമല വിളക്ക് വയ്പ്പിനായാലും പ്രസാദ നിർമ്മാണത്തിനായാലും നെയ്യാണ് പൂർണ്ണമായും ശബരിമല, പമ്പ, നിലയ്ക്കൽ ക്ഷേത്രങ്ങളിൽ പണ്ട് കാലം മുതലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആചാരത്തിൻ്റെ ഭാഗമാകാം ശബരിമല ഭക്തജനങ്ങൾ ഇരുമുടി കെട്ടുമ്പോൾ തന്നെ അവരിവിടെ നെയ്യഭിഷേകത്തിനായി ഒരു മുദ്ര, ഒരു നാളികേരത്തിൽ നെയ്യ് ഉരുക്കി ഒഴിച്ച് അതടച്ച് സീൽ ചെയ്ത് അവർ കെട്ടുമ്പോൾ അതുകൂടെ ചേർത്താണ് ശബരിമലയ്ക്ക് വരുന്നത്. കന്യ അയ്യപ്പന്മാർ സാധാരണ ഒരു മുദ്ര കൊണ്ടുവരും. അപ്പോൾ അതിന് 15 രൂപ ഈടാക്കിക്കൊണ്ടാണ് നെയ്യ് അഭിഷേകം ചെയ്ത് പൊട്ടിച്ചൊഴിച്ച് അഭിഷേകം ചെയ്ത് അതിൻ്റെ പ്രസാദം, അതിൻ്റെ ചിലപ്പോൾ ഒരു 1/3 പകുതിയോ ഒക്കെ പ്രസാദം അവർക്ക് മടക്കി കൊടുക്കും. ഇതാണ് നടന്നു വരുന്ന ഒരാചാരം. അപ്പോൾ ഇത് പ്രാചീന കാലം മുതൽ അയ്യപ്പന്മാർ, കന്യ അയ്യപ്പന്മാർ ഒരെണ്ണം കൊണ്ടുവരും. പിന്നെ ചിലർ ഓരോ പടി ചവിട്ടുമ്പോഴും ഇത് നമ്പർ കൂട്ടും. 18 പടി വരെ, 18 മുദ്ര വരെ കൊണ്ടുവരുന്ന അയ്യപ്പന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കൊണ്ടുവന്ന് പൊട്ടിച്ച് ഇങ്ങനെ ഒന്നുകിൽ അവർ നെയ്യ് തോണിയിലൊഴിക്കും, അല്ലെങ്കിൽ അഭിഷേകം ചെയ്ത് കൊണ്ടുപോകും. ഇതാദ്യകാലത്ത് നമുക്ക് സംരക്ഷിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് സ്റ്റീൽ കണ്ടെയ്നറും ഹീറ്ററും ഒക്കെ വെച്ച് അത് പ്രോസസ്സ് ചെയ്ത് അവിടെ സ്റ്റോർ ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന. അപ്പോൾ അവിടെ നമ്മൾ ഒരു കണക്കനുസരിച്ച് 135 ദിവസം മണ്ഡലം, മകരവിളക്ക്, വിഷു, അതുപോലെ തന്നെ അതിൻ്റെ ആട്ടവിശേഷം തുടങ്ങിയ കാലങ്ങളായി ക്ഷേത്രം തുറന്നിരിക്കുന്നു. അപ്പോൾ ശരാശരി ഒരു 75,000 അല്ലെങ്കിൽ 1,00,000 അയ്യപ്പന്മാർ വരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു 80% ആളുകൾ കെട്ടിയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ കണക്കാക്കിയാൽ തന്നെ ഒരു അയ്യപ്പൻ ഒരു 1/2 ലിറ്റർ നെയ്യ് കൊണ്ടുവത്താൻ ഒരു 60 ലക്ഷം ലിറ്റർ നെയ്യ് ശബരിമല വരേണ്ടതാണ് കണക്ക്. മുൻകാലങ്ങളിൽ ഞങ്ങൾ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം ഈ നെയ്യ് പ്രൊക്യൂർ ചെയ്യുന്ന പ്രശ്നങ്ങളായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും ഞങ്ങളിതിൻ്റെ ഒരേ വർഷം കഴിയുമ്പോൾ എക്സസ് നെയ്യുകൾ പല ദേവസ്വം ബോർഡിൻ്റെ തന്നെ ഓൺ ചെയ്യുന്ന ക്ഷേത്രങ്ങളിലേക്ക് പ്രസാദ നിർമ്മാണത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വന്ന ഒരു ക്ഷേത്രത്തിൽ നെയ്യ് പർച്ചേസ് ചെയ്തു. അതും അടുത്ത വരാൻ പോകുന്ന വർഷത്തിന് മുമ്പ് തന്നെ അത് അറേഞ്ച് ചെയ്തു എന്ന് പറയുമ്പോൾ വളരെ അത്ഭുതമാണ്. കാരണം അരവണ ഉണ്ടാക്കാനായിട്ട് ഒരു കൂട്ട് അരവണ ഉണ്ടാക്കുന്നതിന് 200 കിലോ ശർക്കര, 20 കിലോ അരി, 10 ലിറ്റർ നെയ്യ്, പിന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ചുക്കുപൊടി, ജീരകപ്പൊടി, ഏലക്ക, മുന്തിരിങ്ങ, അതൊക്കെ ചെറിയ കണക്കനുസരിച്ച്. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ 10 ലിറ്റർ നെയ്യാണ് ആവശ്യം. അപ്പോൾ അവിടെ ഇതുപോലെ കണ്ടമാനം അയ്യപ്പന്മാർ കൊണ്ടുവരുന്ന നെയ്യ് തന്നെ അവസാനം ഇത് എങ്ങനെ സംരക്ഷിക്കണമെന്നറിയാതെ ബുദ്ധിമുട്ടുന്നൊരു കാലം ദേവസ്വം ബോർഡിനുണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് ചില വലിയൊരു പ്രവണത, മറ്റെല്ലാ മേഖലയിലെയും മോഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ, ധനാഗമ മാർഗങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായ, ആരും അറിയാത്ത ഒരു ധനാഗമ മാർഗമായിട്ട് ഇത് തീർന്നിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. കാരണം നമുക്ക് തെളിവുകളുണ്ട്. കൊറോണ വന്ന കാലത്ത് കംപ്ലീറ്റ് ലോക്ക്ഡൗണിലേക്ക് ഈ സ്ഥാപനം, അയ്യപ്പൻ ക്ഷേത്രം അടച്ചിട്ടു, മറ്റ് ക്ഷേത്രങ്ങളും അടച്ചിട്ടു. ഈ കാലത്തെ ഫെസ്റ്റിവലിന് നെയ്യ് വാങ്ങിച്ചിരിക്കുന്നു, ബയോ ടോയ്ലറ്റിന് കാശ് വാങ്ങിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ഒരു വലിയ മാർക്കറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു സെമി ഗവൺമെൻറ് നിയമങ്ങൾ നിലവിലുള്ളൊരു സ്ഥാപനമാണ്. അവിടെ സ്റ്റോർ പർച്ചേസ് റൂളുണ്ട്. ഈ പൂ വാങ്ങിക്കുന്നത് മുതലായി എണ്ണ വാങ്ങിച്ചാലും എന്ത് പർച്ചേസ് ചെയ്താലും ഈ നിയമങ്ങൾ അനുശാസിക്കേണ്ടത് അനിവാര്യമാണ്. അവിടെ നിയമം നിർമ്മാണം നടത്തിയിട്ടുണ്ട്, അത് സ്റ്റാറ്റ്യൂട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഈ അഥവാ കൊട്ടേഷൻ ഇൻവൈറ്റ് ചെയ്ത് തന്നെ അവിടെ ഏറ്റവും വലിയ അടിസ്ഥാന തെറ്റെന്ന് പറയുന്നത് 2024, 25, 26 നെയ്യ് പർച്ചേസ്. 2024 ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ എഴുതിയിരിക്കുന്നു, 1 ലിറ്റർ, ഒരു കൂട്ട് അരവണയ്ക്ക് 10 ലിറ്റർ നെയ്യ് വരെ ഉപയോഗിക്കുന്നു. അത് മിൽമ നെയ്യ് വാങ്ങിച്ചാൽ അത് 7 ലിറ്ററായിട്ട് കുറയ്ക്കാം. എങ്ങനെയാണ്? അപ്പോൾ നിലവിൽ ഭക്തജനങ്ങൾ കൊണ്ടുവരുന്ന നെയ്യ് അശുദ്ധമാണെന്നോ ക്വാളിറ്റി കുറവാണെന്നോ എന്നാണ് അതിൻ്റെ പറയാതെ പറയുന്ന കാര്യം. ഇതെവിടെ പരിശോധിച്ചാൽ കണ്ടെത്തി. അപ്പോൾ അവിടെ മുതലേ തന്നെ ഇത് വളരെ ദുരുദ്ദേശത്തോടു കൂടി തന്നെ
ഇത് ടാപ്പ് ചെയ്യാൻ തന്നെ ഉപയോഗിച്ചാണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഒരിക്കലും ശബരിമല ധർമ്മശാസ്താവിൻ്റെ ഒരു ഭക്തനും വിശ്വാസമില്ലാത്ത ഒരു തുള്ളി നെയ്യ് പോലും ശബരിമലയിലേക്ക് കൊണ്ടുവരില്ല, അത് ഉറപ്പാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന, അപ്പോൾ അത് തന്നെ കൊട്ടേഷൻ ഇൻവൈറ്റ് ചെയ്തു, അവർ ഇത് ചെയ്തു. അപ്പോൾ ഒരു ഓഫർ ലെറ്റർ പോലും മിൽമയ്ക്ക് കൊടുത്തു കാണുന്നില്ല, ഫയലിലില്ല. എങ്ങനെയാണ് മിൽമ പ്രത്യക്ഷപ്പെട്ടത്? 369 രൂപയിൽ അത് പരിശോധിച്ചോ? ഈ പ്രൈവറ്റ് നെയ്യ് പരിശോധിച്ചോ? അല്ലെങ്കിൽ ഇവിടെ മിൽമയുടെ നെയ്യ് പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? പമ്പയിൽ ലാബുണ്ട്, ദേവസ്വം ബോർഡിൽ ലാബുണ്ട്, പത്തനംതിട്ട ഫുഡ് അതോറിറ്റിയുടെ ലാബുണ്ട്. ഇവിടെയൊക്കെ പരിശോധിച്ചാണ് മറ്റുള്ള എല്ലാ വഴിപാട് സാധനങ്ങളും അവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് പരിശോധിച്ചിട്ടില്ല. ഈ മേഖലയിൽ എന്നും ഒരു പിന്നെ മറ്റൊരു കാര്യം, ഈ നെയ്യ് മിൽമയുടെ കച്ചവടം കഴിഞ്ഞാൽ ഇത്രയും ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് 1,61,535 ലിറ്റർ നെയ്യാണ് സപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇത്രയും നെയ്യ് അവർ പറയുന്ന പത്തനംതിട്ടക്കാർ അറേഞ്ച് ചെയ്തു, എവിടുന്നോ അറേഞ്ച് ചെയ്തു, മിൽമ പ്രോഡക്റ്റ് അല്ലെന്ന് തെളിഞ്ഞില്ലേ? അതെ. അപ്പോൾ മിൽമ പ്രോഡക്റ്റ് അല്ല. പിന്നെ എന്താണ് ഈ മിൽമയ്ക്ക് ഒരു എക്സ്ക്ലൂസീവ് ഇത് വന്നതും മിൽമയ്ക്ക് പ്രത്യേകിച്ച് പ്രിവിലേജും റൈറ്റും വന്നതെന്ന് എനിക്കൊരിക്കലും മനസ്സിലാവുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, എനിക്ക് നേരത്തെ മുമ്പ് സംസാരിച്ച കോൺഗ്രസ് പ്രതിനിധി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, അപ്പം പാറക്കല്ലൂരിലിരിക്കും. പക്ഷേ ഇതിലൊക്കെ അതിൻ്റെ നിർമ്മാണത്തിലൊക്കെ ബന്ധപ്പെട്ട ഒരാളെന്നുള്ള നിലയിൽ ഇത് ഫെസ്റ്റിവൽ തുടങ്ങുന്നതിന് ഒരു 2 ആഴ്ച മുമ്പേ ഉണ്ടാക്കുകയുള്ളൂ. ഇത് കംപ്ലീറ്റ് നെയ്യിലാണ് ഉണ്ടാക്കുന്നത്, ഇച്ചിരി മൂക്കുന്നതാണ് അതിങ്ങനെ കാരണം ഇത് ശബരിമല ഒരു പിന്നെ ഈ മോയ്സ്ചർ കണ്ടീഷൻ കൂടിയ ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഇത് പൂക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ പ്രസാദം അങ്ങനെയേ നമുക്ക് നിർമ്മിക്കാൻ പറ്റൂ, പൂത്ത അപ്പം കൊടുക്കാൻ പറ്റില്ല. പക്ഷേ അത് തല്ലി ഉടച്ച് തിന്നാൽ അതിൻ്റെ ടേസ്റ്റിന് ഒരു മാറ്റവും ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. പക്ഷേ അതങ്ങനെ അവിടെ പറ്റൂ, കാരണം അതൊരു ഹിൽ ഏരിയയിലുള്ള അമ്പലമാണ്. അവിടെ നമുക്ക് സാധാരണ കൊട്ടാരക്കര ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ പഴം ചേർത്ത് ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം ഈ മോയ്സ്ചർ കണ്ടീഷൻ ഒരു വിഷയമാണ്. പിന്നെ കൊട്ടാരക്കര പോലെ അവിടെ എണ്ണയിലല്ല അത് ഉണ്ടാക്കുന്നത്, അവിടെ ഒരു സാധനവും എണ്ണയിൽ ഉണ്ടാക്കാൻ പാടില്ല, അത് നെയ്യിലാണ് കംപ്ലീറ്റ് ഈ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത്. അല്ലാതെ അതിനകത്ത് ഒരു കണ്ടാമിനേഷനോ എഡിബിളല്ലാത്ത ഒരു സംവിധാനവും അവിടെ ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങ് പറഞ്ഞു വരുന്നത് വളരെ ദുരുദ്ദേശപരമായ രീതിയിൽ ചില ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട്.